തൃപ്പൂണിത്തറ തത്സമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. നടൻ ജഗദീഷ് ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ഘോഷയാത്ര പുറപ്പെടുകയാണ്. ഘോഷയാത്ര മണിക്കൂറുകൾ നീളുന്ന യാത്രയിൽ നിരവധി കലാരൂപങ്ങൾ, നൂറുകണക്കിന് കലാരൂപങ്ങൾ ഇതിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളും നാടൻ കലാരൂപങ്ങളുമെല്ലാം ഈ ഘോഷയാത്രയുടെ ഭാഗമാവുകയാണ്. നമ്മുടെ മലയാള നാടിൻ്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് തൃപ്പൂണിത്തറയിൽ നിന്നാണ്. അത്തച്ചമയ ഘോഷയാത്ര അത്തനാളിലാണ് എല്ലാ വർഷവും നടക്കുക. ഇത്തവണ ഞായറാഴ്ച ആയതിനാൽ കൂടുതൽ ആളുകൾക്ക് ഇത് നേരിൽ കാണാനായി സാധിക്കുന്നു. കൂടുതൽ ആളുകൾ തൃപ്പൂണിത്തറയിലേക്ക്, കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. നഗരവീഥികളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. കാലാവസ്ഥയും അനുകൂലമാണ്. വിവിധ പൗരാണിക കലാരൂപങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, അതേപോലെ തന്നെ കേരളത്തിൻ്റെ തനത് വാദ്യമേളങ്ങൾ, ഫ്ലോട്ടുകൾ, അങ്ങനെ സമ്പന്നമായ വർണ്ണശബളമായ ഘോഷയാത്രയാണ് നടക്കുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ഘോഷയാത്ര ഉടൻ തന്നെ ആരംഭിക്കുകയല്ലേ? ഘോഷയാത്ര ഏത് വഴി കടന്നു പോകുന്നു? എപ്പോഴാണ് ഇത് മടങ്ങിയെത്തുക? വിശദമായ വിവരം മിഥുൻ അയ്യപ്പൻ. ഇപ്പോൾ ഇതാ ഓണാഘോഷങ്ങൾക്ക് ആഘോഷപൂർവമായിട്ടുള്ള തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പൂണിത്തറയുടെ മണ്ണിൽ ഇപ്പോഴിതാ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. അതിന്റെ ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. ഒപ്പം തന്നെ ഫ്ലാഗ് ഓഫ് കർമ്മം നടത്തിയത് അനൂപ് ജേക്കബ് ആണ് നടത്തിയത്. പതാക ഉയർത്തൽ ചടങ്ങ് നടത്തിയത് മന്ത്രി അനൂപ് ജേക്കബ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ ജഗദീഷ്, അതായത് സിനിമാ നടൻ ജഗദീഷ് മുഖ്യാതിഥിയായിരുന്നു. ഇപ്പോൾ അത്തച്ചമയ ഘോഷയാത്രയ്ക്കുള്ള ക്രമീകരണം ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ക്രമീകരണമാണ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ വേദിക്ക് മുമ്പിലൂടെ ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഓരോരോ കലാരൂപങ്ങൾ ഇങ്ങനെ കടന്നു പോകും. ഈ വേദിയിൽ നിന്ന് ഈ അത്തം ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന്, ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിലേക്കും ആ വഴിയാണ് കടന്നു പോകുന്ന ഉള്ളത്. ഇപ്പോഴിതാ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായുള്ള ഓരോരോ കലാരൂപങ്ങൾ ഇതിനു മുമ്പിൽ അണിനിരന്ന് കഴിഞ്ഞിരിക്കുകയാണ്. പുലികളിയുടെയും അതുപോലെ തന്നെ പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും എല്ലാം അകമ്പടിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. പിന്നാലെ ഒട്ടനവധി കലാരൂപങ്ങൾ ഇങ്ങനെ അണിനിരന്നിരിക്കുകയാണ്. ആഘോഷപൂർവ്വം ഓണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. വലിയ പൈതൃക പാരമ്പര്യമുള്ള തൃപ്പൂണിത്തറ നഗരം, ആ തൃപ്പൂണിത്തറ നഗരത്തിലെ ആ പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര എന്നുള്ളത്. പണ്ട് രാജാവിന്റെ എഴുന്നള്ളത്തുമായി നടത്തിയിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം അത്തം നാളിൽ ജനങ്ങൾക്ക് മുമ്പിൽ നടത്തിയിരുന്ന ആ ഒരു ഘോഷയാത്ര പിന്നീട് 1961 ജനകീയമായി നടത്തുകയും വലിയ ഈ നാടിന്റെ ഒന്നാകെ ആഘോഷമായി മാറ്റുകയും ചെയ്ത ഒരു അപൂർവമായിട്ടുള്ള കാഴ്ച ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോൾ അതിന്റെ ഓരോ വർഷവും അതിനെ കൂടിക്കൊണ്ടുവരുന്നു. കേരളത്തിൽ ലഭ്യമാകാവുന്ന ഒരുവിധം എല്ലാ കലാരൂപങ്ങളെയും ഇവിടെ അവതരിപ്പിച്ച് ഈ കൊച്ചി, ഈ എറണാകുളം ജില്ലയിലെ ഈ തൃപ്പൂണിത്തറയിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ് ഇവിടെ നടക്കുന്നത്. 10 നാൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷം. ഇത്തവണ 11 നാളുകളുണ്ട് ഓണാഘോഷങ്ങൾക്ക് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഈ 11 നാളുകൾക്ക് വലിയ ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എനിക്ക് മുമ്പിലൂടെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വേദിക്ക് മുമ്പിലൂടെ ഓരോരോ കലാരൂപങ്ങളായി കടന്നു പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പഞ്ചവാദ്യവും അണിനിരന്നു കഴിഞ്ഞു. അതിനു പുറകിൽ ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ പതാക ഏന്തിക്കൊണ്ടുള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ മറ്റുള്ളവരും അണിനിരന്നു കഴിഞ്ഞു. അതിനു പുറകിലാണ് നിരവധിയായിട്ടുള്ള കലാരൂപങ്ങൾ അണിനിരുന്നത്. ഈ കലാരൂപങ്ങളെല്ലാം ഒരുങ്ങുന്നത് നമ്മൾ കണ്ടു. പുലികളി ഒരുങ്ങുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആഘോഷങ്ങളെല്ലാം തന്നെ ഒരുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ ഒരുങ്ങിയ മണിക്കൂറുകളായി ഇതിന്റെ അണിയറയിൽ ഒരുങ്ങി നിന്നിരുന്ന ഓരോരോ ആഘോഷങ്ങൾ ഇതാ ഇപ്പോൾ ഈ വേദിക്ക് മുമ്പിലൂടെ കടന്നു പോവുകയാണ്. വിനോദ്, അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുന്നത്. നഗരവീഥികളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. നമ്മൾക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്.
ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം ജനനിബിഡമാണ്. ഇത് കാണാൻ വേണ്ടി ആളുകൾ അങ്ങോട്ടേക്ക് കൂട്ടമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മിഥുൻ മുരളി കൂടി ചേരുന്നു. മിഥുൻ, ജനസമ്പുഷ്ടമാണ് അത്തംചമയ ഘോഷയാത്ര കാണാനായി നഗരവീഥികൾ കീഴടക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ മുരളി. 7 നഗാര, 8 കുതിര, 9 നാദസ്വരം തകിൽ, 10 പല്ലക്ക്, 11 മഹാബലി, 12 വിനോദ്, ഓണത്തിന്റെ വരവറിയിച്ചു കഴിഞ്ഞു. രാജവീതി പ്രൗഢഗംഭീരമായി അത്തച്ചമയത്തെ വരവേൽക്കുകയാണ്. അത്തച്ചമയത്തോടുകൂടി തൃപ്പൂണിത്തുറയിൽ ഓണത്തിന്റെ ആ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. മഹാബലി തമ്പുരാൻ കൈവീശി ഓണാശംസകൾ നേർന്നുകൊണ്ട്, ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. വർണ്ണമനോഹരമായിട്ടുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ രാജവീതിയിലേക്ക് ഘോഷയാത്ര കടക്കുകയാണ്. തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂളിലെ അത്തം നഗറിൽ നിന്ന് പുറത്തേക്ക് ഘോഷയാത്ര കടക്കുന്ന ഘോഷയാത്രയുടെ ആദ്യഘട്ടത്തിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങി രാജവീഥിയിലേക്ക് കടക്കും. പിന്നീട് തൃപ്പൂണിത്തുറ പുന്നത്രേശ്വര ക്ഷേത്ര കവാടത്തിന് മുന്നിലൂടെ നീങ്ങി വടക്കേക്കോട്ട വഴി തിരികെ ഈ അത്തം നഗറിലേക്ക് തന്നെ ഘോഷയാത്ര പ്രവേശിക്കുകയായിരിക്കും. മലയാളി ഓണാശംസകൾ എന്താ പറയാനുള്ള ഓണാശംസകൾ? ലോക മലയാളികൾക്ക് എന്റെ ഹൃദയം എന്ന് പറഞ്ഞ ഓണാശംസകൾ. എങ്ങനെയുണ്ട് അത്തച്ചമയത്തിന് സ്ഥിരമാവില്ലയാകോ? അതോ സ്ഥിരമാവില്ല. 15 വർഷമാണ്. എന്താണ് 15 വർഷമായി? 15 വർഷത്തെ മൊത്തത്തില് 34 വർഷമായി. അനുഭവം എന്താണ് അത്തച്ചമയത്തിന് മാത്രം? അത്തച്ചമയത്തിന് ബഹുഗംഭീരമല്ലേ. ഞാൻ തൃപ്പൂണിത്തുറക്കാരനും കൂടിയാണല്ലോ. അപ്പോൾ വളരെ ആഹ്ലാദം. എനിക്കിങ്ങനെ ഒരു ഇത് സാഹചര്യം കിട്ടുന്നതിൽ വളരെ വളരെ സന്തോഷവും ഈശ്വരാനുഗ്രഹം. വാമനനുണ്ട്. എങ്ങനെയാണ് അത്തച്ചമയത്തിന്റെ ആ വിശേഷം എങ്ങനെയാണ്? അത്തം ഒന്നായി ഓണത്തിലേക്ക് കടക്കുകയാണ്. വാമന രൂപത്തിലായി നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? ഇനിയിപ്പോ 10 ദിവസം കഴിഞ്ഞ ഓണമായില്ലേ. ഓണം സന്തോഷമായിരിക്കട്ടെ, ഒന്നാവട്ടെ, ഐശ്വര്യത്തിന്റെയും സമ്മാനത്തിന്റെയും ഓണമാവട്ടെ. അത്തച്ചമയത്തിന് സ്ഥിരം വാമനവേഷ രൂപമുണ്ടോ അതോ ഇത്തവണ മാത്രം? ആദ്യമായിട്ടാ. എന്തായാലും വാമന രൂപം മഹാബലിയുണ്ട്. എല്ലാവരും തയ്യാറെടുത്ത് മുന്നോട്ട് നീങ്ങുകയാണ്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടി വർണ്ണമനോഹരമായി പ്രൗഢഗംഭീരമായ ആ അത്തച്ചമയ ഘോഷയാത്ര രാജവീഥിയിലേക്ക് കിടക്കുകയാണ്. കൊച്ചി രാജാവ് ഓണത്തിന്റെ വരവറിയിച്ച് തന്റെ പ്രജകളെ കാണുന്നതിന് വേണ്ടി, തന്റെ പ്രജകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഓണത്തിന്റെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി നടത്തിയിരുന്ന പ്രൗഢഗംഭീരമായിട്ടുള്ള ആ ഘോഷയാത്ര, അതിന്റെ ആ മഹാത്മ്യം, അതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട്, സ്മരണ പുതുക്കിക്കൊണ്ട് നടത്തുന്ന അത്തച്ചമയ ഘോഷയാത്ര 1961 മുതൽ ഓണം കേരളത്തിന്റെ ദേശീയോത്സവമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അന്ന് മുതൽ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടുകൂടി നടത്തുന്ന വർണ്ണമനോഹരമായിട്ടുള്ള ആ ഘോഷയാത്രയ്ക്ക് ഇവിടെ തുടക്കമായിരിക്കുന്നു. എത്ര വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചാലും മതിയാകില്ല ഇതിലെ ഓരോ കലാരൂപങ്ങളും, ഓരോ കാര്യങ്ങളും. ഈ എത്രത്തോളം മനോഹരമായി നടത്താമോ അത്രയും വർണ്ണമനോഹരമായി തന്നെയാണ് ഓരോ വർഷത്തെയും ഘോഷയാത്രകൾ സംഘാടകർ അണിനിരക്കുന്നത്. ഓരോ പുതുമ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ആ പുതുമ ഇത്തവണയും ഉണ്ടാകും. ആ പുതുമ ആസ്വദിച്ചറിയുന്നതിന് വേണ്ടി, അനുഭവിച്ചറിയുന്നതിന് വേണ്ടി തയ്യാറായി കാത്തു നിൽക്കുന്ന ആളുകളുമാണ് ഇപ്പോൾ ഘോഷയാത്ര കടന്നുപോകുന്ന ഈ വീഥികളിലെല്ലാം ഉള്ളത്. എന്തായാലും സംഘാടകർ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. സംഘാടകരുടെ നേതൃത്വത്തിലുള്ള ആളുകൾ മുൻപന്തിയിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ പുറകിൽ ഓരോ പ്ലോട്ടുകൾ, ഓരോ കലാരൂപങ്ങൾ, ഓരോ വാദ്യമേളങ്ങൾ ഒക്കെ അതിൻ്റെ ഘട്ടമനുസരിച്ച് അവർക്ക് അനുവദനീയമായ ഭാഗങ്ങളിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് ഘോഷയാത്ര. ഇനിയുള്ള മണിക്കൂറുകൾ ഈ കാത്തു നിൽക്കുന്ന ജനാരവത്തിന് മുന്നിലൂടെ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ അവിസ്മരണീയമായിട്ടുള്ള കാഴ്ചകളായിരിക്കും അവർക്ക് സമ്മാനിക്കുക, ഈ ഘോഷയാത്ര സമ്മാനിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ ജനാരവം തന്നെയാണ് ഈ തൃപ്പൂണിത്തുറയുടെ രാജവീഥിയിലെങ്ങും ഉള്ളത്. മണിക്കൂറുകളായി അവർ കാത്തിരിക്കുകയാണ്. എവിടെയൊക്കെ സ്ഥലമുണ്ടോ, എവിടെയൊക്കെ സ്ഥാനം പിടിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ സ്ഥലം പിടിച്ചുകൊണ്ട് ആ ഘോഷയാത്ര അനുഭവിച്ചറിയുന്നതിന് വേണ്ടി, ആസ്വദിക്കുന്നതിന് വേണ്ടി കാത്തുനിന്ന ജനങ്ങൾക്കിടയിലേക്ക് ഘോഷയാത്ര കടക്കുകയാണ്. ആ പാരമ്പര്യ രാജ സ്മരണയുടെ ഓർമ്മകൾ പുതുക്കുന്ന പല്ലക്കും ഒപ്പം ചെണ്ടമേളങ്ങളും നെറ്റിപ്പട്ടവും മുത്തുക്കുടയും ഒക്കെയായി എങ്ങനെയൊക്കെ ആ പാരമ്പര്യ തനിമ നിലനിർത്താമോ ആ പാരമ്പര്യ തനിമ നിലനിർത്തുന്നുണ്ട്. ഒപ്പം തന്നെ പുതുമയുള്ള പുതിയ കാലഘട്ടത്തിന്റെ വാദ്യോപകരണങ്ങളടക്കം ഘോഷയാത്രയിൽ അണിനിരക്കുന്നു. അസുരവാദ്യം എന്നറിയപ്പെടുന്ന നാസിക് ഡോൾ അടക്കമുള്ള പുതിയ വാദ്യോപകരണങ്ങൾ, പുതിയ കാലഘട്ടത്തിന്റെ വാദ്യോപകരണങ്ങൾ, പുതിയ കാലഘട്ടത്തിന്റെ പുതിയതായി എന്തൊക്കെ അവതരിപ്പിക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള പുതുമയുള്ള കാര്യങ്ങൾ, ഒപ്പം പ്രൗഢിയുടെ പഴമയുടെ കാര്യങ്ങൾ, പഴമയുടെ ആ ദൃശ്യ അനുഭവങ്ങൾ അതെല്ലാം കാഴ്ചവെച്ചുകൊണ്ട് മനോഹരമായി തന്നെ ഘോഷയാത്ര ഇപ്പോൾ രാജവീഥിയിലേക്ക് കടക്കുകയാണ്. അത്തം നഗറിൽ നിന്ന് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നിന്നും ഘോഷയാത്ര
മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. ഇനി തൃപ്പൂണിത്തറ ബസ് സ്റ്റാൻഡ്, സ്റ്റാച്യു, വടക്കേക്കോട്ട, തൃപ്പൂണിത്തറ പുന്നത്രേശ്വര ക്ഷേത്ര കവാടത്തിന് മുന്നിലൂടെ വടക്കേക്കോട്ടയിലേക്ക് എത്തി തിരികെ അത്തം നഗറിലേക്ക് എത്തുന്നു. ഏതാണ്ട് 4 കിലോമീറ്ററിന് മുകളിലാണ് ഘോഷയാത്ര സഞ്ചരിക്കുന്നത്. ഈ 4 കിലോമീറ്റർ കടന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാകും ഘോഷയാത്ര തിരികെ അത്തം നഗറിലേക്ക്, ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തുക. മനോഹരമായി വർണ്ണമനോഹരമായി ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പലയിടത്തും പല ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിരിക്കുന്നു. പലയിടങ്ങളിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ബാരിക്കേഡുകൾ അടക്കം തീർത്തുകൊണ്ട് ഈ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. എന്തായാലും ഈ റോഡിന്റെ ഇരുവശവും, രാജവീഥിയുടെ ഇരുവശങ്ങളിലും ആളുകൾ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്, നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ടാസ്വദിക്കുക, നേരിൽ കണ്ടാസ്വദിക്കുക. നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ ഇത് തൃപ്പൂണിത്തറക്കാരുടെ മാത്രം ഉത്സവമല്ല, കേരളത്തിലെ നാനാ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആളുകളുടെ ആഘോഷമാണ്. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് അവർ തൃപ്പൂണിത്തറയിലേക്ക് എത്തുകയാണ്. മിഥുൻ മുരളി, അവിടെ കേരളീയ വേഷം അണിഞ്ഞുകൊണ്ട് പുരുഷന്മാരും വനിതകളും ഒക്കെ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. കലാരൂപങ്ങൾ മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളും ഇതിനൊപ്പം സഞ്ചരിക്കുകയാണ്. ഓണാഘോഷത്തെ അവർ എല്ലാ അർത്ഥത്തിലും നെഞ്ചേറ്റുകയാണ്. ഇത്തരത്തിൽ ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് പഞ്ചവാദ്യമുണ്ട്, നാദസ്വരമുണ്ട്, അതേപോലെ തന്നെ എല്ലാ കലാരൂപങ്ങളുമുണ്ട്. ഇത്തരത്തിൽ ആളുകളും കേരളീയ വേഷത്തോടുകൂടി ഈ ഘോഷയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കേരളീയ വേഷത്തിൽ എത്തുന്ന കേരളീയരായ, മലയാളികളായ, നാട്ടുകാരായ ആളുകളുടെ പ്രതികരണം ഈ അവസരത്തിൽ നമുക്ക് ലഭ്യമാണോ മിഥുൻ മുരളി? വിനോദ്, കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകളുണ്ട്, അയൽ ജില്ലകളിൽ നിന്ന് ആളുകൾ കൂടുതലായി തൃപ്പൂണിത്തറയിലേക്ക് ഈ ഓണത്തെ വരവേറ്റുകൊണ്ടുള്ള ആഘോഷത്തിൽ പങ്കുചേരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എത്തിയിട്ടുണ്ട്. കോട്ടയത്തു നിന്നും, ആലപ്പുഴയിൽ നിന്നും, ഇടുക്കിയിൽ നിന്നുമൊക്കെ ധാരാളം ആളുകൾ, ഒപ്പം തെക്കൻ കേരളത്തിൽ നിന്നുള്ള, മലബാറിൽ നിന്നുള്ള ആളുകളുമൊക്കെ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ, അല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കുക. ഈ ഘോഷയാത്രയുടെ കഴിഞ്ഞ വർഷങ്ങളിലെ, മുൻ വർഷങ്ങളിലെ ആ ദൃശ്യാനുഭവങ്ങൾ ചാനലുകളിലും മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട് അതിലൊന്ന് പങ്കെടുക്കുക, ഒരു തവണയെങ്കിലും നേരിൽ കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്ന ആളുകളാണ് ഇവിടെ എങ്ങും ഉള്ളത്. അവർ അക്ഷമരായി കാത്തു നിൽക്കുകയായിരുന്നു. നിങ്ങളൊക്കെ തൃപ്പൂണിത്തറക്കാരാണോ? അല്ലല്ല, എവിടെ വന്നാ? ഞങ്ങൾ ആലുവ എറണാകുളം ജില്ലക്കാർ തന്നെയാണ്, കാത്തു നിൽക്കുകയാണ്. ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടോ അതോ ഇവിടെ നിന്ന് കണ്ടോ? ചില ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ പുറത്തോട്ട് പോകും. ഇത് ജനക്കൂട്ടം അവിടുന്ന് തിങ്ങി നിറഞ്ഞിങ്ങി വരുമല്ലോ. അപ്പം അത് തുളുവിലെ ചുറ്റി കറങ്ങി തന്നെ. അപ്പം അതുവരെ നമ്മൾ അതിൻ്റെ പുറകെ അനുകരിച്ചങ്ങ് പോകും. എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ സ്വന്തം ജില്ലയാണ്? സ്വന്തം ജില്ലയാണ്, ആദ്യമായിട്ടാണ് വരുന്നത്. ഭയങ്കര സന്തോഷം. എന്തായാലും ആളുകളെല്ലാം അക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നത് ഈ ദൃശ്യാനുഭവങ്ങൾ നേരിൽ കണ്ട് ആസ്വദിക്കുക. വർണ്ണനകൾക്ക് അതീതമായിട്ടുള്ള ദൃശ്യവിസ്മയമാണ് അവരുടെ മുന്നിലൂടെ, കൺമുന്നിലൂടെ ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് എത്ര മനോഹരമായ, എത്ര വർണ്ണ വിസ്മയം തീർക്കുന്ന ആ മനോഹര കാഴ്ചകൾ കാണുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കാത്തിരിക്കുന്ന ആളുകളാണ് ഈ രാജവീഥിയിലെങ്ങും മണിക്കൂറുകളായി കാത്തിരിക്കുന്നത്. അവരെല്ലാം മണിക്കൂറുകൾക്ക് മുമ്പേ, രാവിലെ മുതൽ തന്നെ ഒരു 8 മണിക്ക് ശേഷം പലയിടങ്ങളിലും ബാരിക്കേഡുകൾക്ക് സമീപത്തുമൊക്കെ എത്തി ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു. ഈ വിസ്മയ കാഴ്ച കാണുന്നതിന് വേണ്ടി എവിടെയൊക്കെ സ്ഥലം പിടിക്കാനാകുമോ, ആ വീടുകൾക്ക് മുകളിൽ, ടെറസിന് മുകളിലും മറ്റ് എവിടെയൊക്കെ സ്ഥാനം പിടിക്കാനാകുമോ അവിടെയെല്ലാം സ്ഥാനം പിടിച്ചുകൊണ്ട് അവർ കാത്തു നിൽക്കുകയായിരുന്നു ഈ ദൃശ്യവിസ്മയം കാണാൻ. ജനാരവമാണ്. ജനാരവത്തിന് നടുവിലൂടെ ആ രാജകീയ പ്രൗഢിയുടെ സ്മരണ ഉണർത്തുന്ന അത്തച്ചമയ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ഇതുപോലെ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊച്ചി മഹാരാജാവ് ഓണത്തിന്റെ വരവറിയിച്ച് ഈ രാജവീഥിയിലൂടെ തന്റെ പ്രജകളെ കാണുന്നതിന് വേണ്ടി ഇങ്ങനെ അവർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയത്. അതിന്റെ ഓർമ്മ, അതിന്റെ സ്മരണ, അതിന്റെ പ്രൗഢി അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അന്ന് കൊച്ചി രാജാവ് ഏത് വിധത്തിലായിരുന്നോ, ഏത് പ്രൗഢിയിലായിരുന്നോ പ്രജകളെ കാണുന്നതിന് വേണ്ടി പല്ലക്കിലുമൊക്കെ ഏറി പ്രജകൾക്ക് ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയത്, അതേ തനിമ നിലനിർത്തിക്കൊണ്ട് ഒപ്പം പുതുമയുടെ ചില വിശേഷങ്ങൾ, പുതുമയുടെ ചില വൈവിധ്യങ്ങൾ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത്തച്ചമയ ഘോഷയാത്ര ഇപ്പോഴും നൂറ്റാണ്ടുകൾക്കിപ്പുറവും അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് പിന്തുടർന്ന് പോരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കേരളത്തിലെ ജനകീയോത്സവം, ദേശീയോത്സവം, ഓണം വരവറിയിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ കേന്ദ്ര ബിന്ദുവായി മാറുന്ന, ഓണത്തിന്റെ ആഘോഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുന്ന മനോഹര നിമിഷങ്ങളാണ് നമ്മുടെ കൺമുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരിലേക്കും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഈ വിസ്മയ കാഴ്ചയിലേക്ക് നമ്മൾ ആ ദൃശ്യങ്ങൾ നൽകുമ്പോൾ ഓണമെത്തി, പ്രേക്ഷകരുടെ വീടുകളിലേക്കും പ്രേക്ഷകർക്കിടയിലേക്കും ഓണം എത്തി എന്നുള്ള ആ ഒരു ഫീല്, ആ ഒരു അനുഭവം അവർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാലാവസ്ഥ അനുകൂലമാണ്. രാവിലെ ചെറിയ മഴ തൃപ്പൂണിത്തുറ
തൃപ്പൂണിത്തുറയിൽ പെയ്തുവെങ്കിലും ഇപ്പോൾ കാലാവസ്ഥയും അനുകൂലമാണ്. തെളിഞ്ഞ കാലാവസ്ഥയാണ്. നേർത്ത വെയിലുണ്ട്. അതൊന്നും പ്രശ്നമല്ല. വെയിലായാലും മഴയായാലും ഞങ്ങളിവിടെ ഉണ്ടാകും. ഓണാഘോഷത്തിന്റെ ഒരിറ്റുപോലും കുറയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്ന ജനങ്ങളാണ്. അവരെല്ലാം മൊബൈലുകളിൽ ആ ദൃശ്യങ്ങൾ പകർത്തുകയാണ്.